പാലക്കാട് കഞ്ചിക്കോട് വലത് കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ട ചുരുളിക്കൊമ്പനെ മയക്കുവെടി വെക്കുന്ന ദൗത്യം അടുത്ത ദിവസം തുടങ്ങും. വയനാട്ടിൽ നിന്ന് വിക്രം, ഭരതൻ എന്നീ കുങ്കി ആനകളെ എത്തിച്ചു. അതേസമയം കഞ്ചിക്കോട് പന്നിമടയിൽ റോഡരികിലെത്തിയ ആനയെ വനം വകുപ്പ് ഉൾക്കാട്ടിലേക്ക് തുരത്തി. വിവരങ്ങളുമായി അജിത് ബാബു ചേരുന്നു. അജിത്ത്, ഈ ചുരുളിക്കൊമ്പനെ പിടിച്ച് ചികിത്സ കൊടുക്കുവാനുള്ള ഒരു ദൗത്യമാണ് വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇനി നടക്കാൻ പോകുന്നത്. അതിനേക്കായി എന്തൊക്കെ ക്രമീകരണങ്ങൾ, എന്തൊക്കെ ഒരുക്കങ്ങളാണ് അവിടെ നടക്കുന്നത്? ലക്ഷ്മിപത്മ, ഇന്ന് രാവിലെയോടുകൂടിയാണ് വിക്രം, ഭരതൻ രാവിലെ 5:30 രണ്ട് ആനകളെയും ഇവിടേക്ക് എത്തിച്ചു. ആനകൾക്ക് ഇപ്പോൾ റെസ്റ്റ് ആവശ്യമാണ്, കാരണം ഇത്രയും നീണ്ട യാത്രകൾ കഴിഞ്ഞ് വന്നതാണ്. മാത്രമല്ല കോഴിക്കോട് ദൗത്യം പൂർത്തിയാക്കിയതിന് ശേഷം ഈ ആനകൾക്ക് മതിയായ റെസ്റ്റ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആനകൾക്ക് റെസ്റ്റ് നൽകിയതിന് ശേഷമായിരിക്കും ദൗത്യം ആരംഭിക്കുക. നിലവിലേതാണെങ്കിലും അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കുന്ന നടപടികളിലാണ് ഫോറസ്റ്റ് വകുപ്പ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ റോഡിൻ്റെ അരികിൽ തൊട്ടടുത്ത് ഈ ആന എത്തുന്ന സാഹചര്യമുണ്ടായി. ആന അവിടെ കുറേ നേരം നിലയുറപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതോടുകൂടി ഇതുവഴി ഇപ്പോൾ കടന്നു പോകുന്ന വാഹനങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നാലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി പടക്കം പൊട്ടിച്ച്, അതായത് 7-8 റൗണ്ട് പടക്കം പൊട്ടിച്ചാണ് ആനയെ ഇത്തരത്തിൽ ഉൾക്കാട്ടിലേക്ക് തുരത്തിയത്. ആനയുടെ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞത്, വലത്ത് കണ്ണിൻ്റെ കാഴ്ച ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാകുന്ന സാഹചര്യം ആയതുകൊണ്ട് തന്നെ ആന വളരെ പതിയാണ് മൂവ് ചെയ്യുന്നത്. ഒരു സ്ഥലത്തെത്തിയാൽ വളരെയധികം സമയം അവിടെ ചെലവഴിക്കുന്ന സാഹചര്യമാണ് ഉൾപ്പെടെ ഉള്ളത്. കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ ജനവാസ മേഖലയിൽ എത്തിയതിനു ശേഷം മണിക്കൂറുകളോളം ആന അവിടെ നിലയുറപ്പിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. സമാനമായി ഈ റോഡ് ക്രോസ് ചെയ്ത് ജനവാസ മേഖലയിലേക്ക് പോകാനുള്ള ആനയുടെ ശ്രമമാണ് ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത്. ഏതാണെങ്കിലും ആന ഇപ്പോൾ ഉൾക്കാട്ടിലേക്ക് പോയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ തന്നെ വേഗത്തിൽ തന്നെ ആനയെ മയക്കുവെടി വെച്ച് ചികിത്സിക്കാനാണ് തീരുമാനം. അത് കാടിനുള്ളിൽ വെച്ച് തന്നെ മയക്കുവെടി വെച്ച് ചികിത്സിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം കൂടുതൽ ആളുകൾ വരുന്നത് ഉൾപ്പെടെ ഒഴിവാക്കാനാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതിന് നടപടികൾ പുരോഗമിക്കുകയാണ്. ലക്ഷ്മി പത്മ. അജിത് ബാബു ആണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.